MP ആയിട്ടുള്ള ഹൈബീഡ് എംപിനൊക്കെ പണ്ട് വിജയൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ ഈ മൂന്ന് തെണ്ടികളെ ഞങ്ങൾ നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ളതല്ലേ. ഈ സതീശനായാലും ഇവിടെ വന്ന് എന്തെല്ലാം കള്ളക്കഥകളാണ് ഞങ്ങളുടെ മുമ്പിൽ ഇറക്കിയത്. അവനും കുറേ MLA-മാരും കൂടി വന്നിട്ട് ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് ചെന്ന് 10 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ പ്രശ്നം ഉണ്ടാക്കി തീർത്തുകൊണ്ട് ഇങ്ങോട്ട് ഇപ്പോൾ തന്നെ വരും, നിങ്ങളിവിടെ റെഡിയായി നിന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ റെഡിയായി നിൽക്കുകയാണ്. ഇത്രയും ദിവസം കണ്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചെന്നിത്തല വന്ന് ഇപ്പം തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് 17-ാം തീയതി നിയമസഭ കൂടിയാണ്. ഞാൻ നിയമസഭയിൽ ചെന്നിട്ട് അപ്പം തന്നെ തള്ളിത്തരാമെന്ന് പറഞ്ഞ് അപ്പം ഇന്നവരും തള്ളിയില്ല. ഇങ്ങനെയുള്ള ഈ തള്ളിവീരന്മാരെയൊക്കെ ഞങ്ങൾ കുറേ കേട്ടാണ്. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ഈ പിണറായി വിജയൻ്റെ പാർട്ടി ഭരിക്കണ പഞ്ചായത്താണ്. ഇവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പാർട്ടിയുടെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇങ്ങോട്ട് കടന്നു വന്നിട്ട് ഇവിടെയുള്ള ഈ 610 കുടുംബങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയാനായിട്ട് ഒരുത്തൻ പോലും ഉണ്ടായിരുന്നില്ല. ഇതിനെല്ലാം ഉണ്ടായത് ഇപ്പം ഈ നരേന്ദ്രമോദി ഇത് പാസ്സായി കഴിഞ്ഞപ്പോൾ ഇപ്പം അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് ശരിയായിട്ടില്ല, അതുകൊണ്ടൊന്നും അവർക്ക് നേട്ടം ഉണ്ടാവില്ല. അവർക്ക് നേട്ടം ഉണ്ടാകണമെന്ന് ഞങ്ങൾ വിശ്വസിച്ചെന്ന്. ഈ 610 കുടുംബങ്ങൾ ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. നരേന്ദ്രമോദി കൊണ്ടുവന്ന ഈ നിയമത്തിലൂടെ ഈ 610 കുടുംബങ്ങളും വിജയിച്ചിരിക്കുകയാണെന്നാണ് ഞങ്ങൾ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. നമസ്കാരം. നമസ്കാരം ചേട്ടാ, ഇപ്പോൾ കിരൺ റിജിജുവിൻ്റെ പ്രസംഗമൊക്കെ കേട്ടു. ഒരു മുനമ്പങ്കാരൻ എന്നുള്ള നിലയിലും ഇവിടെ ഈ ഒരു പ്രതിസന്ധി അനുഭവിക്കുന്ന ആൾ എന്ന നിലയിലും നിരവധി ദിവസമായിട്ട് സമരം ചെയ്യുന്ന ആളെന്ന നിലയിലും താങ്കൾക്ക് ഈ ഒരു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് എന്താണ് പറയാനുള്ളത്? എനിക്ക് വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നി. കാരണം ഞങ്ങൾക്ക് വേറൊരു ലക്ഷ്യമില്ലാണ്ട് നിൽക്കുന്ന അവസരത്തിലാണ് ഈ BJP ഗവൺമെൻറ് ഇങ്ങനെ ഒരു അമെൻമെൻറ്റുമായിട്ട് വന്നത്. അപ്പോൾ അതിലൂടെ മാത്രമേ ഇനി ഞങ്ങൾക്ക് രക്ഷയുള്ളൂ എന്നുള്ള വിശ്വസിച്ച് തന്നെ നിന്നിരുന്നതാണ്. ആ സമയത്താണ് പാർലമെൻറ്റിൽ ഈ അമെൻമെൻറ്റ് വന്നതും അത് ബില്ല് പാസ്സാക്കിയതും. അപ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഉറപ്പ് അന്ന് തന്നെ ഉണ്ടായിരുന്നു. ഈ ഇതിലൂടെ എനിക്കുള്ള ഈ 610 കുടുംബങ്ങളുടെയും രക്ഷ അത് പാലിക്കാമെന്നുള്ളത് ഉറപ്പ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് കിരൺ റിജിജു ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ പരിസമാപ്തിയിൽ എത്തും. കാരണം ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്തു തരേണ്ടത് കേരള ഗവൺമെൻറ്റാണ്. പാർലമെൻറ്റിൽ അത് പാസ്സായെങ്കിലും ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് കേരള ഗവൺമെൻറ്റിനാണ്. പക്ഷേ അത് കേരള ഗവൺമെൻറ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ സുപ്രീം കോടതി വരെ പോകേണ്ടി വരികയാണെങ്കിൽ സുപ്രീം കോടതി വരെയും പോകും. അത് ഞങ്ങൾ നേടിയെടുക്കുകയും ചെയ്യും. അതിനധികം നാൾ ഇത്രയും നാൾ ഞങ്ങൾ കാത്തിരുന്നില്ലേ. 3-3.5 വർഷത്തോളം ഞങ്ങൾ ഈ വകുപ്പെന്ന് പറയുന്ന ദുരിതം ഞങ്ങളുടെ തലയിൽ വീണിട്ട് ഞങ്ങൾ കാത്തിരുന്നു ഈ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ BJP ഗവൺമെൻറ് കൊണ്ടുവന്ന ഈ അമെൻമെൻ്റ് ഇതിലൂടെ ഞങ്ങൾ രക്ഷപ്പെട്ടെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കണം. ഇനി നിസ്സാര ദിവസമല്ലേ ഉള്ളൂ. അത് വേഗമെങ്കിൽ അത് ആറുന്നവരെങ്കിലും കാത്തു നിൽക്കണതിന് ഒരു പ്രശ്നമില്ല ഞങ്ങൾക്ക്. ഇപ്പോൾ ഈ ഒരു MP ആയിട്ടുള്ള ഹൈബീഡ് എംപിനൊക്കെ പണ്ട് വിജയൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ ഈ മൂന്ന് തെണ്ടികളെ ഞങ്ങൾ നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ളതല്ലേ. ഈ സതീശനായാലും ഇവിടെ വന്ന് എന്തെല്ലാം കള്ളക്കഥകളാണ് ഞങ്ങളുടെ മുമ്പിൽ ഇറക്കിയത്. അവനും കുറേ MLA-മാരും കൂടി വന്നിട്ട് ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് ചെന്ന് 10 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ പ്രശ്നം ഉണ്ടാക്കി തീർത്തുകൊണ്ട് ഇങ്ങോട്ട് ഇപ്പോൾ തന്നെ വരും, നിങ്ങളിവിടെ റെഡിയായി നിന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ റെഡിയായി നിൽക്കുകയാണ്. ഇത്രയും ദിവസം കണ്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചെന്നിത്തല വന്ന് ഇപ്പം തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് 17-ാം തീയതി നിയമസഭ കൂടിയാണ്. ഞാൻ നിയമസഭയിൽ ചെന്നിട്ട് അപ്പം തന്നെ തള്ളിത്തരാമെന്ന് പറഞ്ഞ് അപ്പം ഇന്നവരും തള്ളിയില്ല. ഇങ്ങനെയുള്ള ഈ തള്ളിവീരന്മാരെയൊക്കെ ഞങ്ങൾ കുറേ കേട്ടാണ്. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ഈ പിണറായി വിജയൻ്റെ പാർട്ടി ഭരിക്കണ പഞ്ചായത്താണ്. ഇവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പാർട്ടിയുടെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇങ്ങോട്ട് കടന്നു വന്നിട്ട് ഇവിടെയുള്ള ഈ 610 കുടുംബങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയാനായിട്ട് ഒരുത്തൻ പോലും ഉണ്ടായിരുന്നില്ല. ഇതിനെല്ലാം ഉണ്ടായത് ഇപ്പം ഈ നരേന്ദ്രമോദി ഇത് പാസ്സായി കഴിഞ്ഞപ്പോൾ ഇപ്പം അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് ശരിയായിട്ടില്ല, അതുകൊണ്ടൊന്നും അവർക്ക് നേട്ടം ഉണ്ടാവില്ല. അവർക്ക് നേട്ടം ഉണ്ടാകണമെന്ന് ഞങ്ങൾ വിശ്വസിച്ചെന്ന്. ഈ 610 കുടുംബങ്ങൾ ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. നരേന്ദ്രമോദി കൊണ്ടുവന്ന ഈ നിയമത്തിലൂടെ ഈ 610 കുടുംബങ്ങളും വിജയിച്ചിരിക്കുകയാണെന്നാണ് ഞങ്ങൾ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. ആ നന്ദി ഞങ്ങൾക്ക് നരേന്ദ്രമോദിയോടും കിരൺ റിജിജുവിനോടും ആ പാർട്ടിയോടും ഉണ്ടാവും. ഈ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലെ ഭൂരിപക്ഷം ക്രിസ്ത്യൻസിന്റെ വോട്ട് നേടിയ ഒരാളാണ് ഹൈബീഡ്. അദ്ദേഹത്തിന്റെ ഒരു വരവ് ആദ്യം ഒന്ന് രണ്ട് വട്ടം അദ്ദേഹം വന്നിരുന്നു. ഇനി അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിലായിരിക്കും ഈ മുനമ്പം ജനതയുടെ പ്രതി? ഇവിടെ പെട്ടെന്ന് ഹൈബീഡ് കയറി വരുമെന്ന് ഞങ്ങൾക്ക് തോന്നണില്ല. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഞാൻ പറയാനില്ല. കാരണം ഇവിടെയുള്ള ഒന്നാമത്തെ ഈ മത്സ്യത്തൊഴിലാളികളാണ്. ഈ കടൽക്കാറ്റ് അടിച്ച് നിൽക്കണേണ് മത്സ്യത്തൊഴിലാളികളുടെ ഇത്. അപ്പോൾ അവരുടെ മൈൻഡ് എങ്ങനെയാണെന്നുള്ള പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. സ്നേഹിച്ചവനെ അവർ വേണമെങ്കിൽ അവരെ ചങ്ക് എടുത്തു കൊടുക്കും, അല്ലാത്തവനെ ചിലപ്പോൾ പങ്കായത്തിനടിക്കും. അപ്പോൾ ആ അടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈബീഡൻ ഇങ്ങോട്ട് കടന്നു വരികയാണെങ്കിൽ നമുക്കൊന്നും പറയാനുണ്ടാവില്ല.
മുൻപത്തെ ക്രിസ്ത്യൻ സമൂഹത്തിലെ ഒരു വലിയൊരു ആളുകൾ BJP അംഗത്വം എടുത്തു, താങ്കളടക്കമുള്ള ആളുകൾ BJP അംഗത്വം എടുത്തു, താങ്കളൊക്കെ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ ഈ വരാനിരിക്കുന്ന സമയങ്ങളിൽ ഇനി BJP അംഗത്വം എടുക്കാൻ സാധ്യതയുണ്ട് ഇവിടുത്തെ ക്രൈസ്തവർ? ഒരു 10-500 പേര് അന്ന് തന്നെ ചേരാനായിട്ട് ഓൾറെഡി റെഡിയായി വന്നതാണ്. പക്ഷേ അന്ന് രാജീവ് ചന്ദ്രശേഖർജി വരാൻ നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇടയ്ക്കൊരു വഴിയിൽ ഇടയ്ക്ക് വെച്ച് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് അവിടെ വെച്ചാണ് ഈ 53 പേര് ഞങ്ങൾ ഈ പാർട്ടിയിലോട്ട് ചേർന്നത്. അതല്ല, ഇതുപോലെ ഒരു സ്ഥലത്ത് ഒരു യോഗം വെച്ചിട്ടാണ് ഇത് മെമ്പർഷിപ്പ് കൊടുക്കുകയായിരുന്നെങ്കിൽ ഇവിടെ ഉള്ള ഭൂരിഭാഗം ജനങ്ങൾ അന്ന് മെമ്പർഷിപ്പ് എടുത്തേനെ. ഇപ്പോൾ ഒരു 10-600 പേരോളം ചേരാനായിട്ട് ഓൾറെഡി റെഡിയായി നിൽക്കുകയാണ്. അന്ന് കിരൺ റിജുവിൻ്റെ ചന്ദ്രശേഖറിൽ നിന്ന് അംഗത്വം കൊടുത്ത ആളാണ് ഞാൻ. പക്ഷേ ഇവിടെ അത് കഴിഞ്ഞ് വന്നിട്ട് അവർ പോയതിന് ശേഷം ഇവിടുത്തെ പ്രാദേശിക നേതാക്കളുടെ ഇടയിൽ വന്നിട്ട് ഓൺലൈൻ വഴി ഇവിടെയുള്ള ഒരു 5-10 പെണ്ണുങ്ങൾ അന്ന് തന്നെ ഞങ്ങളെ എന്താണ് അന്നേരം എടുക്കാഞ്ഞെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് പരിഭവം പറഞ്ഞ് ഓൺലൈൻ വഴി അവർ അംഗത്വം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഭൂരിഭാഗം പേര് ഇപ്പോൾ ചേരാൻ റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ BJPക്കാർ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇതെല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് മാത്രമേ ഞങ്ങൾ ഇവിടെ വന്നാൽ മതി. അത് അന്നേരം നിങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങളിൽ വിശ്വസിക്കണമെങ്കിൽ മാത്രം, അല്ലാണ്ട് നിങ്ങളെ കണ്ട് നിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്ല നിങ്ങളുടെ കൂടെ ഞങ്ങൾ വന്നേക്കണമെന്നാണ് അന്ന് അവർ പറഞ്ഞത്. ആ വാക്ക് അവർ ഇപ്പോഴും പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തന്നെയാണ് നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് ചേരണമെന്ന് പറയാൻ കാര്യം. കാരണം എൻ്റെ കുടുംബം പോവില്ല, അല്ലെങ്കിൽ എൻ്റെ വീട് നഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ എൻ്റെ ഭൂമി പോകില്ല എന്ന് കണ്ടത് കൊണ്ടാണ് ഞാനും എൻ്റെ ഭാര്യയും ഈ BJP ചേർന്നത്. എനിക്ക് വോട്ടുണ്ടായ അന്ന് മുതൽ ഞാൻ ഈ സതീശൻ്റെ പാർട്ടിക്കാർക്ക് കൊണ്ട് കുത്തുന്നത്, അതായത് കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്ത ആളാണ് ഞാൻ. ഇവന് ഇപ്പോഴത്തെ MP എന്ന് പറഞ്ഞാൽ ഹൈബിയുടെ, അവൻ്റെയൊക്കെ പേര് മറന്നു പോകണമെന്നല്ലേ, ഓർമ്മയിൽ നിന്ന് തന്നെ പോട്ടെന്നാണ് ഞാൻ വിചാരിക്കണം. ഈ ഹൈബിയുടെ അവൻ്റെ അപ്പനെയൊക്കെ വോട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഒരു ഗുണം ഞങ്ങൾക്ക് ഉണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഗുണം തരാമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഓരോ BJPക്കാരും വന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് ഗുണം അവരെ കൊണ്ട് ഉണ്ടായി എന്ന് ബോധ്യം വന്നപ്പോഴാണ് ഞങ്ങൾ BJP ചേർന്നത്. ഈ മുനമ്പം സമരത്തിൽ പ്രധാനമായിട്ട് മുന്നിലുണ്ടായിരുന്ന 2 വ്യക്തികളെ ഇന്നിവിടെ കാണാനില്ലല്ലോ. അവർ എവിടെ പോയി, അല്ലെങ്കിൽ ഇതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കാരണം? ചില പുഴുക്കൾ എല്ലായിടത്തും ഉണ്ടാവും. ചില നല്ല മാങ്ങൾ ഇവിടെ ഇപ്പോൾ കൊണ്ടുവന്ന് ഫ്രൂട്ട്സ് വിൽക്കണ കടയിൽ ചെന്ന് നോക്കിയാൽ നമ്മൾ തിരഞ്ഞെറിഞ്ഞാലും എടുക്കണത്. എന്തുകൊണ്ടാണത്? ചില ഇതിനകത്ത് പുഴുക്കൾ കയറും. പക്ഷെ അതുപോലുള്ള 1-2 പുഴുക്കുത്തുകൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം ഞങ്ങൾ നോക്കിയപ്പോൾ അത് കാണാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഞങ്ങൾ 1-2 പുഴുക്കുത്തുകളെ ഞങ്ങളെ ഇതിൽ വെച്ചത്. അവരെയൊക്കെ ഇന്ന് ഞങ്ങൾ അടിച്ചിറക്കുന്നു. ഇന്നിപ്പോൾ അവരിനി ഈ ഒരു സമരത്തിന് മുന്നോട്ട് വരാനുള്ള സാഹചര്യമുണ്ടോ? ഇനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുന്നു? അവന്മാരോ ഇതിൽ നിന്ന് പറഞ്ഞു വിടുകയാണെങ്കിൽ പിന്നെ അവർ ഇതിനകത്തോട്ട് കയറി വന്നത് എന്തിനാണ്? അങ്ങനെയാണ് തീരുമാനം. അവന്മാർ ഇന്നും ചാനലിരുന്ന് പറയണത്. ഇതുകൊണ്ട് എനിക്ക് പിണറായി വിജയനെയാണ് വിശ്വാസമെന്ന് ഞങ്ങളെ അങ്ങനെ എന്താണ് പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഒരുത്തം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനോട് എങ്ങനെയാണ് ഞങ്ങൾ സമരത്തിന്റെ മുൻപന്തിയിൽ നിന്ന ആളാണോ? അത് തന്നെ. അത് ഇനി പേരൊന്നും പറയണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളെല്ലാവരും അവനെ കാണുന്ന നേരത്ത് ഒരു ബൈറ്റ് എടുക്കട്ടെ എന്ന് അവൻ്റെ അഞ്ചത്തോട്ട് പിടിച്ച് ചെല്ലണ ആളാണ്. അപ്പോൾ ആളിനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത്രേ പറയാനുള്ളൂ.